ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനമുള്ള വിശ്വാസികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിസ്കാരം നിർബന്ധമാവാനുള്ള കാരണങ്ങൾ, അതെപ്പോഴാണ് നിർബന്ധമായത്, ഇതെല്ലാമാണ് പഠിച്ചത്. അപ്പോൾ നിസ്കാരത്തിന് വിലങ്ങ് തടിയാകുന്ന ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നിസ്കാരം നിർബന്ധമല്ലാത്തത്. അതാണ് ഹൈള്, നിഫാസ്, ജുനൂന്, ഭ്രാന്ത്, ഇതുപോലത്തെ കാരണങ്ങളുണ്ടെങ്കിൽ നിസ്കരിക്കാൻ പാടില്ല. അപ്പോൾ ഇതില്ലെങ്കിൽ നിസ്കരിച്ചോണം. അപ്പോൾ ഈ കാരണങ്ങൾ ഒരാൾക്ക് ഒരു വക്തിൽ ഉണ്ടായി, ഒരാൾക്ക് ഹൈള്, ഒരു സ്ത്രീക്ക് പെട്ടെന്ന് ഹൈലുണ്ടായി, നിസ്കരിക്കാൻ കുറച്ചുപാടി സമയമുണ്ട്, ഖളാ ആവാൻ കുറച്ചുപാടി സമയമുണ്ട്, അപ്പോൾ നിസ്കരിക്കണോ വേണ്ടയോ ഇത്യാദി കാര്യങ്ങളാണ്. ഇനി ആ കാരണങ്ങൾ ഇല്ലാതായി പോയാൽ എങ്ങനെയാണ്, ഈ കാര്യങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. നിസ്കരിക്കാൻ പറ്റാത്ത കാരണങ്ങളാണല്ലോ കുഫ്ർ അഥവാ അവിശ്വാസം, അതുപോലെ തന്നെ ഭ്രാന്ത്, കുട്ടിത്തം, ഹൈള്, നിഫാസ്. ഇത് നീങ്ങിപ്പോയാൽ ആ സമയം നിസ്കരിക്കാൻ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ഒരു സമയം ബാക്കിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ നിസ്കാരം നിർബന്ധമാണ്. അതിനോടൊപ്പം അതിൻ്റെ മുമ്പുള്ള നിസ്കാരവും നിർബന്ധമാണ്. എപ്പോൾ ആ മുമ്പുള്ള ആ നിസ്കാരങ്ങൾ ജമ്മാക്കപ്പെടുന്നതാണെങ്കിൽ, ആ മുമ്പുള്ള നിസ്കാരം ഈ രണ്ടാമതുള്ള നമ്മളിപ്പോൾ ഉള്ള നിസ്കാരമായി ജമ്മാക്കാൻ പറ്റുന്നതായ നിസ്കാരമാണെങ്കിൽ അവിടെ നിസ്കാരം നിർബന്ധമാണ് എന്നതാണ്. അപ്പോൾ തന്നെ ശുദ്ധിയായി നിസ്കരിക്കണം. അഥവാ ഹൈലുകാരി, നിഫാസുകാരി ഇവരൊക്കെ ശുദ്ധിയായിട്ട് നിസ്കരിക്കണം. അല്ലാത്തവർ ഭ്രാന്താണെങ്കിൽ ഒന്നെടുത്ത് നിസ്കരിക്കണം. അപ്പോൾ ആ വക്തിൽ ഉള്ള നിസ്കാരം തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ സമയം ബാക്കിയുണ്ടെങ്കിൽ ആ നിസ്കാരം നമ്മൾ നിർവഹിക്കണം, നിർബന്ധമാണ്. ഒരു ഉദാഹരണം എടുക്കുക. ഒരു ഹൈലുള്ള പെണ്ണ്, മെൻസസ് ആയിരിക്കുന്ന പെണ്ണ്, അവൾ അസറിൻ്റെ വക്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോഴാണ് ആ പെണ്ണിന് മെൻസസ് നിലച്ചത്. നിലച്ച ശേഷം അസറിൻ്റെ വക്തിൽ നിന്ന് തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ, അതായത് നമ്മൾ അല്ലാഹു അക്ബർ കെട്ടൂലെ, ആ ഒരു സമയം ബാക്കിയുണ്ടെങ്കിൽ ആ അസർ നിസ്കാരം അവൾക്ക് നിർബന്ധമാണ്. അതുപോലെ അതിൻ്റെ മുമ്പുള്ള ളുഹറും നിർബന്ധമാണ്. അപ്പോൾ അവൾ ശുദ്ധിയായിട്ട്, അപ്പോൾ ഇതിന് മഗ്‌രിബ് ബാങ്ക് കൊടുത്തിട്ടുണ്ടാവും, അവൾ ളുഹർ നിസ്കരിക്കണം, എന്നിട്ട് അസറും നിസ്കരിക്കണം. അതെന്തുകൊണ്ടാണ് ളുഹർ നിസ്കരിക്കണം എന്ന് പറഞ്ഞത്? കാരണം ളുഹറും അസറും ജമ്മാക്കുന്ന നിസ്കാരമാണ്. നമ്മൾ പറഞ്ഞു, നിസ്കാരം മുമ്പുള്ള നിസ്കാരം നിർബന്ധമാകുന്നത് ആ നിസ്കാരത്തിനോടൊപ്പം ശേഷമുള്ള നിസ്കാരവും ജംആക്കാൻ പറ്റുമ്പോഴാണ്. അപ്പോൾ ജംആക്കാൻ പറ്റുന്ന നിസ്കാരങ്ങൾ ഏതൊക്കെയാണ്? ളുഹറും അസറും, അതുപോലെ മഗ്‌രിബും ഇശാവും. സുബ്ഹി ജംആക്കാൻ പറ്റൂല. അപ്പോൾ സുബ്ഹിൻ്റെ വക്തിലാണ് ഒരു പെണ്ണിന് ഹൈദ് നിലക്കുന്നത് എങ്കിൽ സുബ്ഹി മാത്രം നിസ്കരിച്ചാൽ മതി, ഇശാ നിസ്കരിക്കേണ്ടതില്ല. എന്നാൽ ഇശാഇൻ്റെ വക്തിലാണെങ്കിൽ ഇശാ നിസ്കരിക്കണം. ഇനി ളുഹറിൻ്റെ വക്തിലാണ് ഈ ഹൈദ് നിലച്ചതെങ്കിൽ അവൾക്ക് ളുഹറിൻ്റെ മുമ്പുള്ള സുബ്ഹി നിർബന്ധമില്ല, കാരണം ജമ്മാക്കപ്പെടുന്നതല്ല. അപ്പോൾ അസറിലും ഇശായിലും ആണ് ഹൈദ് നിലക്കുന്നത് എങ്കിലാണ് മുമ്പുള്ള നിസ്കാരവും നിർബന്ധമാകുന്നത്.
അപ്പോൾ ഇതുപോലെ തന്നെ മറ്റുള്ള ഈ നിസ്കാരത്തിൻ്റെ തടസ്സങ്ങൾ കുഫർ, അതായത് അടിസ്ഥാനപരമായിട്ടുള്ള അവിശ്വാസം, ആദ്യമേ അവനും അമുസ്ലിമാണ്, അങ്ങനെയുള്ള ആൾ മുസ്ലിമായത് ളുഹറിൻ്റെ വക്തിലാണ്, ളുഹറിൻ്റെ വക്തിൽ കുറച്ച് സമയം ബാക്കിയുണ്ട്, അങ്ങനെയാണെങ്കിൽ ളുഹർ നിസ്കരിക്കണം. ഇനി അസറിൻ്റെ സമയത്താണെങ്കിൽ അസറും ളുഹറും നിർബന്ധമാണ്. അങ്ങനെ ഓരോ കാരണങ്ങൾ. ആ കുട്ടി എന്ത് ചെയ്ത്, ആ കുട്ടിക്ക് പ്രായപൂർത്തിയായി. അപ്പോൾ ആ കുട്ടിക്ക് നമ്മൾ പറഞ്ഞ രൂപത്തിലുള്ള നിസ്കാരങ്ങളൊക്കെ നിർബന്ധമാണ്. ഇതിപ്പോൾ ഈ തടസ്സങ്ങൾ നീങ്ങിപ്പോകുന്ന വിഷയമാണ്. ഇനി തടസ്സങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഒരാൾക്ക് തടസ്സം വന്നു, പക്ഷേ ആ തടസ്സമില്ലാത്ത സമയം ഒരു ഫർദ് നിസ്കരിക്കാനുള്ള സമയമുണ്ട്. എന്നിട്ടാണ് തടസ്സം വന്നത്, ഹൈദ് വന്നത്, നിഫാസ് വന്നത്, അല്ലെങ്കിൽ ഭ്രാന്ത് വന്നത്. അപ്പോൾ ആ നിസ്കാരം നിർബന്ധമാണ്. കാരണം ആ നിസ്കാരത്തിൽ ഒരു ഫർദിൻ്റെ ഖദർ അവനക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ ഒരു പെണ്ണ്, ആ പെണ്ണ് ശുദ്ധിയാണ്, ഹൈദില്ല, ളുഹർ ബാങ്ക് കൊടുത്തിട്ട് ആ ഫർദ് നിസ്കരിക്കാനുള്ള ഒരു സമയം, ളുഹർ നിസ്കരിക്കാനുള്ള സമയം അവൾക്ക് കിട്ടി. എന്നിട്ട് അവൾക്ക് മെൻസസ്സായി. അങ്ങനെയാണെങ്കിൽ ആ നിസ്കാരം നിർബന്ധമാണ്. അതിൻ്റെ മുമ്പുള്ള നിസ്കാരം നിർബന്ധമില്ല. ആ നിസ്കാരം ളുഹർ അവൾ എന്ത് ചെയ്യണം? കുളിച്ച് ശുദ്ധിയായതിന് ശേഷം ആ ളുഹർ കൂടി നിസ്കരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റുള്ള കാരണങ്ങളൊക്കെ. കടന്നു വന്നാൽ അവിടെ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ഖദറല്ല, ഒരു ഫർദ് നിസ്കരിക്കാനുള്ള ഖദർ ഉണ്ടെങ്കിൽ ആ നിസ്കാരം നിർബന്ധമാണ്. എന്നാൽ തടസ്സം നീങ്ങണോടത്ത് വ്യത്യാസമുണ്ട്. തടസ്സം നീങ്ങണോടത്ത് അവിടെ തടസ്സം നീങ്ങണതിൻ്റെ മുമ്പ് ഒരു തക്ബീറത്തുൽ ഇഹ്റാം, തടസ്സം നീങ്ങിയതിന് ശേഷം ഒരു തക്ബീറത്തുൽ ഇഹ്റാം കിട്ടാനുള്ള സമയമുണ്ട്. എന്നിട്ട് അടുത്ത നിസ്കാരത്തിനുള്ള വക്തായാൽ ആ നിസ്കാരം നിർബന്ധമാണ്. ആ നിസ്കാരം ജമ്മാക്കുന്നതാണെങ്കിൽ, അതിൻ്റെ മുമ്പുള്ള നിസ്കാരം ഇതിനോടുകൂടെ ജമ്മാക്കുന്നതാണെങ്കിൽ ആ നിസ്കാരവും നിർബന്ധമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നിസ്കാരം ഉപേക്ഷിച്ചവൻ്റെ ശിക്ഷയാണ് ചർച്ച ചെയ്യുന്നത്. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.